എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ്, ഏറ്റവും ലാഭകരമായിട്ടുള്ള നിഷ് ഏതാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ? ഏതൊരു നിഷിനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും? എത്രമാത്രം നിങ്ങൾ മൈക്രോ ടാർഗറ്റിലേക്ക് പോകുന്നു, എത്രമാത്രം മൈക്രോ നിഷിലേക്ക് പോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിസിനസ് കോച്ചിങ്ങിൽ നിങ്ങൾ ബിസിനസ്സുകാർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജനറലാണ്. പക്ഷേ ബിസിനസ്സിൽ എത്രമാത്രം നാരോ ആയിട്ട് ഒരു നിഷ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അതാണ് നിങ്ങളുടെ മൈക്രോ നിഷ് പ്ലസ് മൈക്രോ ടാർഗറ്റ്. ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിഷിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്ത് സ്പേസിൽ ഡയബറ്റിക് എന്നുള്ള ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നത് വാട്ടർ തെറാപ്പിയിലൂടെ, ഉദാഹരണം, അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള, മെയിൽ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് മെത്തേഡ് എങ്ങനെയാണ് ഡയബറ്റിക് സോൾവ് ചെയ്യുന്നത്? ഹീലിങ്ങിലൂടെ. ആർക്കാണ്? എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും, ഓൺലി ഫോർ മെയിൽ ഡയബറ്റിക് പേഷ്യൻസ്. അപ്പോൾ അത് വളരെ മൈക്രോ ഏരിയ ആണ്, അതുപോലെ തന്നെ മൈക്രോ ടാർഗറ്റാണ്. അപ്പോൾ ഇങ്ങനെ മൈക്രോ ലെവലിലേക്ക് വളരെ നാരോ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു നിഷിനെയും, ഏതൊരു സബ്ജക്റ്റിനെയും നിങ്ങൾക്ക് ലാഭകരമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ മൈക്രോ നിഷ് ആൻഡ് മൈക്രോ ടാർഗറ്റ്.